ചില യാത്രകൾ അങ്ങനെയാണല്ലോ, നമ്മളെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അവ. മനസ്സിലെ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും മനസ്സിലാകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഫീലിംഗ്. അത്തരത്തിലുള്ള ഒരു യാത്രയിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇലക്ട്രോണിസിറ്റി ഫ്ലൈ ഓവർ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത ഒരു പ്ലേസാണിത്. പക്ഷേ അന്നതൊരു സംഭവമായി തോന്നിയില്ലെങ്കിലും ഇന്ന് ഇതുവഴി വീണ്ടും പോകുമ്പോൾ മനസ്സിലേക്ക് ആ ഓർമ്മകളൊക്കെയാണ് ഓടിയെത്തുന്നത്. മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിസിറ്റി മെട്രോ സ്റ്റേഷൻ. മെട്രോ ഓടിത്തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് നമ്മൾ ഇതുവഴി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടുന്ന മെട്രോവും കാണാൻ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളിന്ന് യാത്ര പോകുന്നത് നമ്മുടെ പഴയ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. 8 വർഷത്തോളം ഞങ്ങൾ താമസിച്ചിരുന്ന ആ അപ്പാർട്ട്മെൻറ്റിലേക്ക്, ആ പഴയ ഓർമ്മകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇറ്റിന നീല അപ്പാർട്ട്മെൻറ്റ്. എൻ്റെ മുന്നത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് സുപരിചിതമാണ് ആ പേര്. കാരണം 2 വീടുകളിലാണ് ഞങ്ങളവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും ഞാൻ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അവിടെ വിട്ടു പോകുമ്പോഴും ഞാനൊരു വീഡിയോ ആയിട്ടത് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പഴയ വഴികളിലൂടെയൊക്കെ പോകുമ്പം ഇതിലൂടെയൊക്കെ ഒരുപാട് നടന്നതും ബൈക്കിലും ഒക്കെ ട്രാവൽ ചെയ്തതും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഇത് ഇറ്റിനയിലേക്കുള്ള ആ റോഡിലേക്ക് കയറി. ഇവിടെ ഞാൻ ഒരുപാട് ക്ലിപ്പുകളൊന്നും പകർത്തുന്നില്ല. 2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാം, പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കുക, സൗഹൃദങ്ങളൊക്കെ ഒന്ന് പുതുക്കുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ സമയം ചെലവിടുന്നതും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തിട്ട് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ നമ്മുടെ അഷ്ടലക്ഷ്മി ടെമ്പിള്, അതുപോലെ തന്നെ ഇതിനടുത്തുള്ള ഉസ്കൂർ ഗേറ്റിലെ അയ്യപ്പ ടെമ്പിള്, അവിടെയൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്നും മാറിപ്പോയിട്ടുണ്ട്, എങ്കിലും കുറച്ച് പേര് ഇവിടെ കാണും. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കാണണം എന്നൊക്കെയാണ് കരുതുന്നത്. അപ്പോൾ ഇതാ ഓരോ ബ്ലോക്കിൻ്റെ മുന്നിലൂടെയും കാറിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം ആ ബ്ലോക്കിലുണ്ടായിരുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഓർക്കുകയും അവരെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ബ്ലോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ 2 വീടുകളും ഈ ബ്ലോക്കിലായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഇതുവഴി നടക്കുന്നതും കളിക്കുന്നതും, വൈകുന്നേരങ്ങളിൽ മാത്രമല്ല രാത്രി 11 മണി 12 മണി എന്നില്ലാതെ ഫ്രണ്ട്സുമൊത്ത് നമ്മൾ ഇതുവഴി നടക്കാറുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ബ്ലോക്ക്. കുറച്ച് ഫ്രണ്ട്സും ഇപ്പോഴും ഈ ബ്ലോക്കിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴികൾക്കൊക്കെ ഞങ്ങളോട് ഒരു 8 വർഷത്തെ കഥകൾ പറയാനുണ്ടാകും. എൻ്റെ പഴയ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ ചുമരുകളൊക്കെ അവർക്ക് പരിചിതമായിരിക്കും എൻ്റെ വീഡിയോകളിലൂടെ. ഞങ്ങൾ അന്ന് ഒട്ടിച്ചിരുന്ന ആ വാൾ സ്റ്റിക്കറാണ് ഇന്നും ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ പഴയ വീടാണിത്. ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഒരു 4 വർഷത്തോളം ഞങ്ങളിവിടെ താമസിച്ചിരുന്നു. അവിടെ ആ ബെഡിൽ ഞങ്ങളുടെ മക്കളിങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പം ഒരു പ്രത്യേക ഫീലിങ്. അവരുടെ ഫ്രണ്ട്സിൻ്റെ പ്രൈവസി മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ വീടിൻ്റെ മറ്റ് ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഈ ലോകം അത് ഒന്നുകൂടെ കാണാൻ പറ്റുമെന്നോ, ഇതുപോലെ മക്കളുടെ കൈയും പിടിച്ച് അതുവഴി നടക്കാനാകുമെന്നോ എന്നൊന്നും ഒരിക്കലും കരുതിയതല്ല. അപ്പോൾ മക്കളെയും കൂട്ടി നമുക്ക് പരിചയമുള്ള കുറച്ച് പേരെയൊക്കെ കണ്ടു, കുറച്ച് സൗഹൃദങ്ങളൊക്കെ പുതുക്കി. എല്ലാവിടെയും എത്താൻ പരിമിതമായ സമയം നമ്മളെ അനുവദിച്ചില്ല. പിന്നെ പലരും ഇതിനോട് അടുത്ത് തന്നെ താമസം മാറിയിരിക്കുകയാണ്. അവിടെയൊന്നും നമുക്ക് പോകാനും പറ്റിയില്ല. എങ്കിലും എന്തോ മനസ്സിന് വല്ലാതൊരു വിങ്ങലാണ്. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്നും ഇറ്റിന നീല അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പം ഒരുപാട് ഓർമ്മകളുടെ ഒരു കൂട്ടാണ്. ആ മനസ്സിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഏട് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുകയാണ്. ഇങ്ങനെ ഇവിടെ കിടക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ എടുത്ത് കാണുമ്പം കണ്ണ് നനയാതിരിക്കില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടെ ഞങ്ങളുടെ ആ നല്ല നിമിഷത്തിൻ്റെ, നല്ല സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസ് കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ്, രൂപ്സ്.